ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു വഴുതനങ്ങ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പൊടിക്കൈകൾ നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വഴുതനങ്ങയെല്ലാം നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങയൊക്കെ വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള വഴുതനങ്ങയെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിലോട്ട് 5 ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം തന്നെ 2 വെളുത്തുള്ളിയും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. 7 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കല്ലിലിട്ട് ചതച്ചെടുക്കാം. നമ്മുടെ പാനിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് പുളി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോറിൻ്റെയും മറ്റെന്തിൻ്റെയും കൂടിയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.